1968 ഇവിടെ കേരളകൗമുദിയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് പരിചയപ്പെട്ട കേരളകൗമുദിയുടെ MS മണിസാറാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വരികയും മണിസാറിനെ പരിചയപ്പെടുത്തുകയും പരിചയപ്പെട്ട ദിവസം തന്നെ ഇവിടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 68 മുതൽ 1978 വരെ ഒരു കർക്കിടക ദിവസം വരെ ഞാനിവിടെ വർക്ക് ചെയ്തു. ഞാൻ കേരളകൗമുദിയിൽ വർക്ക് ചെയ്ത് ആ ടൈമിലാണ് അരവിന്ദൻ്റെ ഉത്തരായണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നിശ്ചല ഛായാഗ്രഹനായി പോകുന്നത്. അത് കഴിഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം തുടങ്ങി പല പടങ്ങൾക്കും. അന്ന് എനിക്കിവിടെ ഒരു വഴികാട്ടിയായിരുന്ന ആൾ മണിസാറാണ്. മണിസാറിനോടൊപ്പം S. ജയചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളകൗമുദിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ 10 വർഷവും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരു സമയമാണ്. അതിൽ പ്രധാന കാര്യം, ഈ പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് ഞാൻ ശരിക്കും ഫോട്ടോഗ്രാഫിയിലെ ഒരു നല്ല തലത്തിൽ എത്തിയതും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും പ്രധാന കാര്യം, ഒരുപാട് സാഹിത്യകാരന്മാരെ, മലയാളത്തിലുള്ള തലതൊട്ടപ്പന്മാരായ എല്ലാ സാഹിത്യകാരന്മാരെയും പരിചയപ്പെട്ടത് കേരളകൗമുദി ജോലി ചെയ്യുന്ന കാലത്താണ്. ഹലോ മച്ചമ്പി, മച്ചമ്പി വാ. പിന്നെ എന്തൊക്കെയുണ്ട്? അയ്യോ, നമ്മളൊരു ആത്മമിത്രമാണ്. ഈ തടിയുടെ ഒരു രഹസ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ സൂപ്പ് ഇറച്ചിയൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊരു സംശയം മതി, എങ്ങനെയാണ് ഈ തടിയിലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ മച്ചമ്പീരായാലും അപ്പോൾ ഞാൻ വിളിച്ചോളൂ. പിന്നെ 5 കിലോ എടുക്കണ്ട. ഞാനും 5 കിലോ അയ്യോ, ഞാനും മച്ചമ്പി ഒരു 40 വർഷത്തെ പരിചയമുള്ളവരാ. ഒന്ന് ചാട് ചോറിലിട്ട് മോട്ടർ എടുക്കുക. ഓർമ്മ ഉണ്ടാവും. ഓ പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഇന്നെന്തല്ല നേരത്തെ ഒതുക്കി. മണി സമയമൊന്നായല്ലേ. മച്ചമ്പി ഒരു പാട്ടുകാരനാണ്, ഒരു നല്ല ഫുട്ബോളറാണ്. ഫുട്ബോളിൽ അതും ഗോൾ കീപ്പറാണ്. ഗംഭീരമായിട്ട് പാടുന്ന ആളാണ്. ഇടയ്ക്ക് ചെറിയൊരു അസുഖം, എല്ലാവർക്കും വെള്ളം, എനിക്ക് കൊണ്ടിച്ചാലോ ചെറിയൊരു പഞ്ചാര. അതുകൊണ്ട് ഞാനീ ട്രിവാൻഡ്രം സിറ്റിയിൽ കാലുകുത്തിയ ഇവിടെ വരാതെ പോവില്ല. അപ്പോൾ എന്നെ അന്വേഷിക്കുന്നവർ ഇവിടെ വരും, അല്ലെങ്കിൽ കറണ്ട് ബുക്സിൽ പോവും. പിന്നെ സിറ്റിയിൽ എൻ്റെ അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങളിൽ. എൻ്റെ ആരോഗ്യ രഹസ്യം. കഴിഞ്ഞ ഒരു 35 വർഷത്തിലേറെയായി ഞാൻ സ്ഥിരമായി വരുന്നൊരു സ്ഥലമാണ് ഇവിടം, കറണ്ട് ബുക്സ് സ്റ്റാച്യു. ഇതെൻ്റെ ആത്മമിത്രമായ ഇതിൻ്റെ മാനേജർ മോഹനാണ്. മോഹനെയും ഒരു 20 വർഷമായിട്ട് എനിക്കറിയാം. അതിനിടയ്ക്ക് ഒരു അല്പം ഒരു ഇടവേള വന്നതൊഴിച്ചാൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരു ആത്മമിത്രമാണ്. കേരളകൗമുദി വിട്ടയിൽ പിന്നെ വായിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുള്ളതും ഇവിടെ മൊബൈലിൽ നിന്നാണ്. എൻ്റെ പുസ്തകശേഖരത്തിൽ ഒരു 90% മോഹൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പുസ്തകങ്ങളാണ്. പിന്നെ ഈ സ്റ്റാച്യു ഭാഗത്ത് ഞാൻ എപ്പോഴും വന്നാലും ഇവിടെ കയറാതെ, എന്താവശ്യത്തിന് വന്നാലും ആദ്യം ഇവിടെ വന്നൊരു ഹാജരി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു വളരെ ആത്മബന്ധുവാന്ന് തന്നെ പറയാം, സുഹൃത്തിനേക്കാളും. ബിസിനസ്സിനെക്കാട്ടി കൂടുതൽ ബാലാനും ഞാനും കൂടെ വ്യക്തിപരമായുള്ള ബന്ധമാണ് കൂടുതൽ. കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ്, പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണക്കുറികൾ അവിടെ അടുക്കി ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാനത് ഒരിക്കലും ലോകത്ത് തന്നെ ഒരാളിങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുപ്പികൾ,
ഉപയോഗിക്കാത്തതോ ഒക്കെ ആയിരിക്കാം ധാരാളം കുപ്പികളൊരു വൻ ശേഖരം തന്നെ അദ്ദേഹം വീട്ടിൽ ഒരുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കാണുന്നത്. കൂടാതെ വായന, സിനിമയുടെ ഉള്ളതുപോലെ തന്നെ വായനയും ഒരു നല്ല രീതിയിൽ വായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബാലാണ്ണനെ കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആത്മമിത്രമാണ് ഗോപു. ഞാനിവിടെ കുറേ കാലം മുമ്പ് ഒരു ഷൂട്ടിങ്ങിന് വന്ന് പരിചയപ്പെട്ടതാണ്. ഇദ്ദേഹം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച ആളാണ്. പക്ഷേ ഈ ആകാരം കണ്ടാൽ തോന്നും ഒരു പോലീസാണെന്ന്. പക്ഷേ പോലീസ് SI ആയിട്ട് സെലക്ഷൻ്റെ വക്ക് വരെ എത്തിയ ആളാണ്. ഇവിടെ നിന്ന് അച്ഛനും അമ്മയും പോലീസ് ഉദ്യോഗത്തിന് സമ്മതിക്കാത്ത അങ്ങനെ ഒരു ആത്മമിത്രമാണ് എൻ്റെ ലൈഫിൽ. ഒരുപാട് സുഹൃത്തുക്കളുള്ളതിൽ ഒരു ആത്മമിത്രം ആണ്. വളരെ നാൾ മുമ്പ് കണ്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ അപൂർവ ഒരു സാഹചര്യത്തിലൂടെ ഷൂട്ടിംഗ് വന്ന് നമ്മൾ പരിചയപ്പെട്ടു. അത് ഇത്രയും ഒരു അടുപ്പത്തിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പണ്ടൊക്കെ അടുത്ത് കാണാൻ പറ്റുമോ എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ പക്ഷെ അത് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ അബദ്ധത്തിലൂടെ ഒന്ന് ചാടി. പിന്നെ ഈ ചില ആൾക്കാർ ചേരുന്നവർ തമ്മിലേ ചേരുള്ളൂ എന്ന് പറയും. അതുപോലെ ഇപ്പോൾ അടുത്തപ്പോൾ എത്രയോ നാൾ മുമ്പ് അടുക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു ബന്ധം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് കൊച്ചു കൊച്ചു കുസൃത്തരങ്ങളുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു വീട്ടുകാരിയെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഞാൻ എന്ത് തെറ്റ് കാണിച്ചാലും പുള്ളി അതൊക്കെ ഒരു ചെറിയ പരിഭവം 2 വർത്താനം പറഞ്ഞ് അത് ഒഴിവാക്കും. ഇന്നുകൂടി ഈ ഷർട്ടിട്ടതിന് പോലും പരിഭവം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഇതെന്തൊരു വേഷമെന്ന്. അപ്പോൾ എനിക്കെൻ്റെ വേഷം ഇതാണ്. എനിക്ക് ഞാനല്ലാതാവാൻ പറ്റില്ലല്ലോ, അല്ലേ?